ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു രചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് STP, എന്താണ് SWP എന്നാണ്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്താണ്, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്തുവാണ് എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മ്യൂച്വൽ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു ഫീച്ചറാണ് STP, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നത്. അപ്പോൾ എന്താണ് STP എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബൾക്കായിട്ടൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതും SAP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് STP വഴി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൾക്കായിട്ടുള്ള എമൗണ്ട് എടുത്ത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സർക്കാർ ബോണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ടുകൾ, മണി മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ, മറ്റ് ഡെറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയ സ്ഥിരവരുമാനമായിട്ടുള്ള സെക്യൂരിറ്റികളിൽ പ്രാഥമികമായി നിക്ഷേപിക്കുന്ന ഒരുതരം മ്യൂച്വൽ ഫണ്ടാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സാധാരണയായി കുറഞ്ഞ അപകട സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിസ്ക് കുറവായിരിക്കും, അതുപോലെ തന്നെ റിട്ടേൺസും കുറവായിരിക്കും. ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. നമ്മൾ STP ആയി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആവുന്നു. ആ പണം പിന്നീട് ഓരോ മാസവും SAP ആയി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആവുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, STP ആയിട്ട് ആക്സിസിൻ്റെ മ്യൂച്വൽ ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ പണം പിന്നീട് ആക്സിസിൻ്റെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറുന്നു. പിന്നീട് അതിൻ്റെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള മിഡ് ക്യാപ്പിലേക്കോ അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പിലേക്കോ ഓരോ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ മിഡ് ക്യാപ്പ് ആണോ വേണ്ടത് അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പ് ആണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആകുന്ന പൈസയുടെ ഒരു ഭാഗം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെ SAPയിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലെ എമൗണ്ടിന് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺസ് എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ SAPയിൽ ഇൻവെസ്റ്റ് ആകുന്ന പൈസയുടെ റിട്ടേൺസ് എത്രയാണോ ആ എമൗണ്ടും നിങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലെയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലെയും SAPയിലെ റിട്ടേൺസ് ആഡ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടാണ് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, STPയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1 ലക്ഷം രൂപയാണ് എങ്കിൽ നമ്മൾ SAP ആയി ചൂസ് ചെയ്യുന്നത് 1000 രൂപയാണ്. ഇങ്ങനെ 100 മാസത്തിലേക്ക് SAPയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആദ്യത്തെ മാസം ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും 1000 രൂപ SAPയിലേക്ക് പോവുകയാണ് എങ്കിൽ ബാക്കി വരുന്ന ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലെ 99,000 രൂപയ്ക്കുള്ള റിട്ടേൺസ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലഭിക്കുന്നു. ഇങ്ങനെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലെ ഈ പൈസ അവസാനിക്കുന്നത് വരെ നമുക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ SAPയിൽ ഓരോ മാസവും ഇൻവെസ്റ്റ് ആവുന്ന പൈസ എത്രയാണോ അതിൻ്റെ റിട്ടേൺസ് എത്ര പെർസെൻറ്റേജ് ആണോ അത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് STP എന്ന് പറയുന്നത്. അടുത്തതാണ് എന്താണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നാൽ എന്താണ്? SWP എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബൾക്കായിട്ടൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് SWP സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്നും ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് ഓരോ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ മാസവും വിഡ്രോവൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ബാക്കി വരുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഒന്നും കൂടെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് മ്യൂച്വൽ ഫണ്ടാണോ അതിനൊരു NAV വാല്യൂ കാണും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വാല്യൂ 100 രൂപയാണ് എങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപയാണ് ബൾക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 100 10,000 യൂണിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതിങ്ങനെ 2-3 മാസം കടന്നുപോയി 4-ാമത്തെ മാസം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വാല്യൂ 150 രൂപയായി കൂടി. അപ്പോൾ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 150 6666.6 യൂണിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി. പിന്നീട് അടുത്ത മാസം മാർക്കറ്റിൽ ഒരു ചെറിയ ക്രാഷ് വന്നു. ലോവർ ലെവലിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV വാല്യൂ 50 രൂപയായി കുറഞ്ഞു.
അപ്പോൾ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 50 20,000 യൂണിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി. മാർക്കറ്റ് മുകളിലേക്ക് വന്നപ്പോൾ 6,666.6 യൂണിറ്റുകൾ വാങ്ങാൻ പറ്റി. മാർക്കറ്റ് താഴ്ന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് 20,000 യൂണിറ്റുകൾ വാങ്ങാൻ പറ്റി. ഈ രീതിയാണ് റുപ്പി കോസ്റ്റ് ആവറേജ് അല്ലെങ്കിൽ ഡോളർ കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ബൾക്കായിട്ടൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ മാസവും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 10,000 രൂപ വേണോ, അതോ 20,000 രൂപ വേണോ, അതോ 30,000 രൂപ വേണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് 20,000 രൂപയാണ് വേണ്ടത് എങ്കിൽ 20,000 രൂപ കിട്ടാൻ എത്ര യൂണിറ്റ് വിൽക്കണോ അത് വിറ്റ് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു. ബാക്കി വരുന്ന 9,80,000 രൂപയ്ക്ക് എത്ര യൂണിറ്റ് വാങ്ങാൻ സാധിക്കുന്നോ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ 9,80,000 രൂപ തീരുന്നത് വരെയും നമുക്ക് ഈ റിട്ടേൺസ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതും 12% റിട്ടേൺസ് നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ 5 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഓരോ മാസവും നിങ്ങൾ 20,000 രൂപ വീതം വിഡ്രോവൽ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ചൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് STP എന്നും എന്താണ് SWP എന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.